ഇപ്പം ഞാൻ കൂടുതൽ വീഡിയോസുകളൊന്നും അങ്ങനെ എടുത്തിട്ടില്ല കേട്ടോ. കാര്യം എന്താ വെച്ചാൽ കാക്കനോട് അറിയും വീഡിയോ എടുക്കണില്ലേന്ന് ചോദിക്കുമ്പോൾ മറി കാക്ക ഞാൻ ആദ്യമായിട്ട് കാണില്ലേ, ഞാനൊന്ന് കാണട്ടെ. വീഡിയോ എടുക്കുമ്പോൾ പിന്നെ ആ ഒരു വീഡിയോ എടുത്തില്ലല്ലോ, വീഡിയോ എടുക്കട്ടെ എന്ന്. പിന്നെ എവിടെ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുക, ഒക്കെ നമുക്ക് എടുക്കാൻ തോന്നും. അത്രയും ഭംഗിയല്ലേ കാണാൻ, നല്ലൊരു ഫോണൊക്കെ. എല്ലാവരും വീഡിയോ എടുക്കണമല്ലോ കേട്ടോ അവിടെ ഉള്ളവർ. ഒരു കൊല്ലോ സത്യം. അതായത് അവിടെ വന്ന് നമ്മളെപ്പോലെയുള്ള ആളുകൾ തന്നെയാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചതൊക്കെ വീഡിയോ എടുക്കുക തന്നെയാണ്. നല്ലൊരു ഫോണൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയാണല്ലോ കാണാനൊക്കെ, നല്ലപോലെ ഷൂട്ട് ചെയ്യായിരുന്നു. നല്ലൊരു ഐഫോണൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ നല്ല നമ്മളെ ഒരു കണ്ണിലൂടെ കാണുന്ന ഏകദേശം അടുത്തൊക്കെ കിട്ടിയിരുന്നു. നമ്മളെ ഫോണൊന്നും വലിയൊരു ക്ലിയർ ഇല്ലല്ലോ. അങ്ങനെ നമ്മൾ ഗാർഡനിൽ കൂടെ കൂടുതലൊന്നും നടന്നിട്ടില്ല കേട്ടോ. ഒരുപാടുണ്ടല്ലോ അത് കാണാൻ. പക്ഷേ അങ്ങനെ കൂടുതൽ നടക്കാനൊന്നും നമ്മളാകെ ടയേർഡായിരുന്നു കേട്ടോ. എന്നാലും ഓരോ ചെടികൾ കാണാൻ എന്തൊരു ഭംഗിയാലേ. ഒരു മരം ഉണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ആ മരത്തിന് പോലും ഒരു ഭംഗിയാണെന്ന് ഞാൻ കരുതിയിട്ടോ. നല്ല ആസ്വദിക്കാൻ വയ്ക്കണ ആളുകൾ പോകണം, എന്നാൽ പിന്നെ ഊട്ടിയിൽ കാണാനൊക്കെ ഉണ്ട് കേട്ടോ. ചിലവരൊക്കെ പറയും ഊട്ടിയിൽ എന്താ ഉള്ളത്, ഊട്ടിയിലൊന്നുമില്ല എന്ന്. പക്ഷേ ഊട്ടിയിൽ ഒരുപാടുണ്ട് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ അതാ ഞാൻ നല്ല ഈ ഒരു ചായ ഉണ്ടല്ലോ കാക്കക്ക് ഒരു കപ്പും കൂടെ കുടിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു കാക്കനോട്. പിന്നെ രണ്ടാമത് മേടിച്ചാൽ മട്ടിച്ചും ചെയ്യുമെന്ന് പറഞ്ഞു. പിന്നെ ഇത് കാക്ക എന്താ ഇത് സമൂസ എത്ര കേട്ടോ, ഊട്ടി സമൂസയാണ്, ഊട്ടിയുടെ സ്പെഷ്യലാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ഇവിടെയൊക്കെ ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഊട്ടിയിൽ നിന്ന് ഫുഡൊന്നും കഴിച്ചില്ല, ചായ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുടിച്ചു എന്നല്ലാതെ. പിന്നെ എനിക്കിങ്ങനെ ഊട്ടിയിൽ എല്ലായിടത്തും പോകണം അങ്ങനെയൊന്നുമില്ല, എനിക്ക് ജസ്റ്റ് ഒന്ന് ഊട്ടി കണ്ടാൽ മതിയായിരുന്നു. അല്ലാതെ ഇത് ഇവിടെ മുളക് ബജി അങ്ങനെയൊന്നും ഒരു ആഗ്രഹം എനിക്കില്ലായിരുന്നു കേട്ടോ. ഈ ചായയും പിന്നെ ഒരു ബേക്കറിയാണ് കേട്ടോ, പക്ഷേ ചായയും മുളക് ബജിയും മാത്രം തന്നെ ഉള്ളൂ അവിടെ. മുളക് ബജി ആദ്യം ഒന്ന് മടിച്ച് നിന്നിട്ടോ, കാരണം കാക്കാക്ക് തിന്നാളൊരു ഈ സട്ടപ്പാടിയിൽ നിന്ന് കഴിച്ചിട്ട് നല്ല എരിവായിട്ട് പണി കിട്ടിയത്. കാക്കാനെയും കൊണ്ട് ഞാൻ നിർബന്ധിച്ച് കഴിപ്പിച്ചു കേട്ടോ. അത് ഒരു കടി എടുത്തിട്ട് ഇനി എനിക്ക് തന്നെ തരും. പക്ഷേ ഇത് ഞാനൊരിക്കൽ പൂരപ്പറമ്പിൽ നിന്ന് കൊടുത്തിട്ട് കഴിച്ചതിൻ്റെ പൊന്നു എന്തൊരു ടേസ്റ്റ് ചെയ്യുന്നു എന്നറിയും. ആ ഒരു ടേസ്റ്റ് എനിക്ക് കിട്ടിയിട്ടില്ല. അതായത് ഈ ഒരു മുളക് ബജിയും അതിക്കൊരു ചമ്മന്തി ഉണ്ടായിരുന്നു കേട്ടോ, അതിനൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നമ്മൾ കാര്യമായിട്ടൊന്നും വാങ്ങിയില്ല കേട്ടോ, ഒക്കത്തിന് ഭയങ്കര റേറ്റാണ്. പിന്നെ ഇപ്പോൾ നമ്മളെ നാട്ടിൽ നിന്ന് തന്നെ വാങ്ങിക്കൂടെ, ഒരു ചായയും ഒരു കടിയും നിന്നാൽ തന്നെ അവിടെ 100 രൂപയാവും, അത്രയും റേറ്റാണ്. ഊട്ടി കണ്ട പോലെ തന്നെ ഇന്നലെ ഞങ്ങൾ കോയമ്പത്തൂർ വഴിയാണ് കേട്ടോ തിരിച്ചു വന്നത്. കോയമ്പത്തൂർ ഇത്രയും വലിയൊരു ടൗണാണെന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഇത് കോയമ്പത്തൂരല്ല കേട്ടോ, ഞങ്ങൾ കോയമ്പത്തൂർ വഴിയാണ് തിരിച്ചു പോകുന്നത്. കോയമ്പത്തൂർ ഇത്രയും ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ കാണുന്നത്. 2 പ്രാവശ്യം തിരുപ്പൂരൊക്കെ പോയിട്ടുണ്ട്, പക്ഷേ കോയമ്പത്തൂരൊന്നും കണ്ടിട്ടില്ല, ആദ്യമായിട്ട്. അപ്പോൾ അള്ളാൻ്റെ ദുനിയാവ് കാണലും സുന്നത്തുള്ള കാര്യമാണല്ലോ. യാത്രയിൽ അള്ളാഹു നമ്മളെ പിന്നെ സ്വീകരിക്കും എന്നാണല്ലോ പറഞ്ഞത്.